ഹായ് ഹലോ. അപ്പോൾ ഞാൻ ഇന്ന് രാവിലത്തെ എല്ലാ കാര്യങ്ങളൊന്നും വീഡിയോയിൽ കാണിച്ചില്ല കേട്ടോ. എന്നും റിപ്പീറ്റേഷൻ കഴിച്ച് നിങ്ങൾക്ക് ബോറടി ആവുന്നല്ലോ. ഇന്ന് ഞാൻ കിച്ചണിലെ ഒന്ന് ചെറിയൊരു പാർട്സ് മാത്രമേ ഞാൻ കാണിക്കുന്നുള്ളൂ. അപ്പോൾ ഇന്ന് രാവിലെ ഒരു സ്പെഷ്യൽസ് ആണ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. പിള്ളേർക്ക് സ്പെഷ്യൽ ആണോ എന്ന് എനിക്കറിയില്ല. ഇപ്പോൾ നമ്മുടെ ഒരു ജനറേഷൻ എല്ലാം ഉണ്ടാക്കി തന്ന പോലെ ഉള്ളൊരു ചെറിയൊരു റെസിപ്പി ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ എന്താണ്, ഇന്ന് എനിക്കൊന്ന് പുറത്ത് പോകാനുണ്ട്. അപ്പോൾ പിന്നെ ഇന്ന് രണ്ടുപേർക്കും സെലിബ്രേഷൻ ആണ്, മൂന്നും മോൾക്കും സെലിബ്രേഷൻ ആണ് സ്കൂളിൽ. അപ്പോൾ അവർ രാവിലെ അവർ പോയി അല്ലെങ്കിൽ അംഗനവാടി വിടണം. അപ്പോൾ അവൻ അംഗനവാടി വിടുമ്പോൾ ഇന്ന് കുറേ ദിവസത്തിന് ശേഷം പോകുന്നുണ്ട് ഒരു യുദ്ധമായിരിക്കും എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഗൈസ് നമുക്ക് ഇനി പോയി വന്നിട്ടുള്ള കാഴ്ചകളും ഞാൻ പോകുന്ന കാഴ്ചകളും ഇന്ന് രാത്രിയിലുള്ള കുറച്ച് കാഴ്ചകളൊക്കെ കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോ ഉൾപ്പെടുന്നുണ്ട്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് നിങ്ങൾ കാണണം കേട്ടോ. തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരുടെയും സപ്പോർട്ടും നിങ്ങളുടെ എല്ലാവരും അഭിപ്രായങ്ങൾ തന്നെയാണ് ഞാൻ കൂടുതലും കണക്കിലെടുക്കുന്നത്. അപ്പോൾ ഓരോരുത്തരും എന്നോട് പറയാറുണ്ട് വീഡിയോയിൽ അത് ക്ലീനിങ് മോട്ടിവേഷൻ ആവുന്നുണ്ട്, കുക്കിംഗ് മോട്ടിവേഷൻ ആവുന്നുണ്ട്. കേൾക്കുമ്പോൾ ഒത്തിരി സന്തോഷം എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. ഞാനൊരു ഇങ്ങനൊരു ഫീഡ്ബാക്ക് എനിക്ക് കിട്ടുന്നു, അതൊന്നും ഞാൻ വീഡിയോ തുടങ്ങുമ്പോൾ ഞാൻ വിചാരിച്ചില്ലായിരുന്നു. അപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്യാൻ എല്ലാവർക്കും ഒത്തിരി നന്ദിയുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോ ഫുള്ളായിട്ട് എല്ലാവരും എൻ്റെ വീഡിയോ കാണണേ. അപ്പോൾ ഇതാണ് ഞാൻ എൻ്റെ സ്പെഷ്യൽ, അതായത് 2 ഏത്തപ്പഴം ഉണ്ടായിരുന്നു, നന്നായിട്ട് പഴുത്തതായിരുന്നു. അപ്പോൾ ഇത്തിരി ഗോതമ്പ് പൊടിയും കൂടിയിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മുടെ പാൻ കേക്ക് പോലെയൊക്കെ തന്നെ ഇതിങ്ങനെ മിക്സിയിലൊന്നും അടിക്കണില്ല എന്നുള്ളൂ കേട്ടോ, നമ്മുടെ പഴയ രീതിയിൽ. അപ്പോൾ ഞാനത് ഉണ്ടാക്കണേണ്. എനിക്ക് ആദ്യം ഇതെങ്ങനെ കഴിക്കും എന്നുള്ളൊരു ഇതായിരുന്നു. കാരണം എനിക്ക് അമ്മ ഉണ്ടാക്കി തരുമ്പോൾ നമ്മളതങ്ങനെ കഴിക്കുള്ളൂ. ഞാനായിട്ട് ഉണ്ടാക്കിയിട്ട് എങ്ങനെ ഉണ്ടാവും എന്നുള്ളൊരു ടെൻഷനായിരുന്നു. പക്ഷേ സംഭവം അടിപൊളിയായിരുന്നു. അതെ, കണ്ടില്ലേ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ സ്പെഷ്യൽ എന്ന് പറയാൻ കാരണം ഇപ്പം എനിക്ക് തോന്നുന്നു ഞാൻ കൂടെ ഇത് ഉണ്ടാക്കി കഴിക്കാറില്ല, എന്നിട്ട് നിർബന്ധത്തിൽ ഉണ്ടാക്കിപ്പിച്ചതാണ് എന്ന് തന്നെ പറയാം. ഏത്തപ്പഴം, അതിൻ്റെ അപ്പം, പാൻ കേക്ക് എന്നൊക്കെ പറയും. ഇപ്പം അതുപോലെ നമ്മൾ സാധാരണ രീതിയിൽ ഉണ്ടാക്കിയെടുത്തതാണ്, മിക്സിയിലൊന്നും അടിക്കാതെ. അടിപൊളിയാണ് കേട്ടോ. നല്ല ഹെൽത്തി ആണല്ലോ, ഗോതമ്പ് പൊടിയും ഏത്തപ്പഴവും ഹെൽത്തി അല്ലേ. അപ്പം നമുക്ക് ഞാൻ അതിൻ്റെ ടേസ്റ്റും സൂപ്പറാണ്. ആ പണ്ടത്തെ ഒരു നൊസ്റ്റു ഫീലിംഗ് അത് കഴിക്കുമ്പോൾ കേട്ടോ. ഞാൻ പറഞ്ഞ ടാസ്ക് കാണിക്കുന്നത് പിന്നെ വിളിക്കണം. ടാസ്ക് നമ്പർ 3 എഴുതേക്കും. അങ്ങനെ പോലെ കുഞ്ഞി രാവിലെ രാത്രി നല്ല വെച്ചിട്ടുണ്ട്. മോൻ നല്ല വെച്ചിട്ടുണ്ട്. കൊതുക് മാറും. ലുക്കാച്ചാ ലുക്കു ദേ അംഗനവാടി പോകണം. മറ്റേ ദിവസം അംഗനവാടി പോയിട്ട് ചക്കരെ ഡി ഡി കുമ്പി എനിക്കോണ് ഇനി ജോലി ഐസ്ക്രീം മേടിച്ചാൽ നമുക്ക് അംഗനവാടി പോയി ഐസ്ക്രീം മേടിച്ചാൽ അംഗനവാടി പോകാൻ പോകും. എന്തോ വരും മതിയാ. എഴുന്നേക്കോ എഴുന്നേക്ക് വാ എഴുന്നേക്ക്. ഗുഡ് മോർണിംഗ് പറഞ്ഞേ എഴുന്നേക്ക്. ആ പിന്നെ ടാറ്റ പറ. ഗുഡ് ബോയ് ആയിട്ട് വരുമെന്ന് പറ. അറിയൂല എന്ന് പറ. അമ്മിക്ക് പറ. സൂപ്പർ. പോകൺവില്ല എനിക്കൊരാൾ തന്നതാണ്, ഞാൻ എൻ്റെ പൊന്നു പോലെ സൂക്ഷിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അങ്ങനെ പോവുകയാണ്, എനിക്കൊരു സ്ഥലത്ത് പോകാനുണ്ട്. കസിൻ്റെ വീട്ടിൽ പോവാണ്. തിരിച്ച് വന്നിട്ട് ഉള്ള കാര്യങ്ങളായിരിക്കും കൂടുതൽ കാണിക്കുന്നത്. ഫൈനലി തിരിച്ച് വന്നു. എനിക്ക് എൻ്റെ ഫ്രിഡ്ജിലൊരു ഐസ്ക്രീം ഉണ്ടായിരുന്നു, എനിക്കത് കഴിക്കണമെന്ന് തോന്നി. അത് കഴിച്ചു കേട്ടോ. വൈകുന്നേരത്തേക്ക് അതിനുശേഷം ഞാൻ കാര്യങ്ങൾ ഉറങ്ങിയില്ല, വെറുതെ അങ്ങ് കിടന്നു. ഉച്ചക്ക് ഇനി ഈവനിങ്ങിലെ കാഴ്ചകളാണ് ഇനി എൻ്റെ വീട്ടിൽ കാണിക്കാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ ഇതേ പള്ളിയിലെ കുർബാനയെല്ലാം കഴിഞ്ഞു. അപ്പോൾ പോയി വന്നിട്ട് എല്ലാം ഞാൻ ഒരു മടി പിടിച്ചൊരു ദിവസമായിരുന്നു. രാവിലെ മുതൽ വീട്ടിലെ കാര്യങ്ങളൊന്നും ചെയ്തിട്ടുണ്ടായില്ല. പിന്നെ പിള്ളേർക്ക് സെലിബ്രേഷൻ ആയതുകൊണ്ട് അവരുടെ സ്കൂളിൽ നിന്ന് പ്രോഗ്രാമിനുകൊണ്ട് ഡ്രസ്സ് കാര്യങ്ങളൊന്നും ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായില്ല. ഫൈനലി അതൊക്കെ വേഗം എല്ലാം തിരിച്ച് വെക്കണം. ടൈം ഒത്തിരി ലേറ്റ് ആയിട്ടുണ്ട്. വൈകുന്നേരം ചെയ്തിട്ട് അങ്ങ് തീരണില്ല. എന്താണ് ഇത്രയും ഞാൻ ഇടാനുള്ള കാര്യം കൂടെ മാറ്റിയിട്ടില്ല. എപ്പോഴും ഞാനിങ്ങനെ ഇടാറൊന്നുമില്ല കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നത്. ചില സമയത്ത് ഇങ്ങനെ മടി പിടിക്കുമ്പോൾ എല്ലാം കൂടി അങ്ങ് മടിയായി. നല്ല തിടുക്കത്തിൽ തന്നെയാണ്, എന്നാലും ചെയ്യാതിരിക്കാൻ പറ്റാത്ത സമയം ഞാൻ ചെയ്യുന്നതുകൊണ്ട് അങ്ങനെ ഇരിക്കുകയാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ടേബിളാണ് കേട്ടോ. എന്നെ കൂടെ 2 പേര് ഇങ്ങനെ എൻ്റെ ചുറ്റിനും ക്ലീനിങ്ങിൻ്റെ സമയത്ത് നിൽക്കുന്നത്. വലിയ ബുദ്ധിമുട്ടാണ് എല്ലാവരും ഉള്ളപ്പോൾ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട്. എന്തോ ക്ലീൻ ചെയ്തിട്ട് അങ്ങ് പോകണില്ല. ഭയങ്കര മടി ക്ലീനിങ്ങിൻ്റെ ഇടയിൽ. പിന്നെ അങ്ങൊരു ദീർഘശ്വാസം വലിച്ച് നല്ല സ്പീഡിൽ അങ്ങ് ചെയ്യാൻ തുടങ്ങിയിട്ടാണ്.
അപ്പോൾ ഇതേ ഒരുവിധം ക്ലീനിങ് ഒക്കെ എൻ്റെ കഴിഞ്ഞിട്ടാ. അപ്പോൾ ഇനി പാത്രം കഴുകലും കുറച്ച് മീനും കൂടി നന്നാക്കാനുണ്ട് നാളത്തേന്. അപ്പോൾ അതും കൂടി കഴിഞ്ഞിട്ട് അടുക്കളയിലെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞിട്ട് കുളിച്ചാൽ മാത്രം മതി. ഫുഡ് കഴിക്കണം, പിള്ളേർക്ക് ഫുഡ് കഴിക്കണം. അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവരും എൻ്റെ ഇത് ലോങ് വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും എൻ്റെ വീഡിയോ കാണണം. ഇതിൽ കുറേ കുറവുകളൊക്കെ ഉണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം. അപ്പോൾ ടാറ്റാ.